കണി ഈ കണിയും പോയി. ബാബാ എവിടെയായിരുന്നു അത്രയും? ഓ ഒന്നും പറയണ്ട, വരുന്ന വഴിക്ക് കുറച്ച് പിള്ളേർ പടക്കം പൊട്ടിക്കുന്നുണ്ട്, അത് കണ്ട് നിന്ന് പോയതാ. എന്തായാലും ഹാപ്പി വിഷു. താങ്ക് യു. വരാല്ലേ? പിന്നെന്താ മാപ്രമേ. കഥ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത്, ഞാൻ എക്സ്പെക്ട് ചെയ്ത സിത്താരയായിരുന്നു. എവിടെ ആള്? ഒരു വിഷു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാ ഞാൻ തുറന്നേ. ആണോ? സിത്തുണ്ട്, ഞാൻ വിളിക്കാം. ശരി. നമസ്കാരം സർ. താങ്ക് യു. സെയിം ടു യു. എവിടെയായിരുന്നു? ഓ ഒന്നും പറയണ്ട, വിഷുവൊക്കെ അല്ലേ, വരുന്ന വഴിക്ക് പടക്കമൊക്കെ ഉണ്ട്, അങ്ങനെ നിന്നാ. ഞങ്ങൾ രാവിലെ മുതൽ വെയിറ്റ് ചെയ്യാം. ആണോ? പ്രവീൺ വന്നിട്ട് വേണം. പായസം ഉണ്ടാക്കി, മേൽനോട്ടത്തിൽ പായസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ശരി. പടക്കവും പായസമാണ് പ്രവീണിന്റെ ഹോബികൾ. എന്തായാലും ഒരിക്കൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, എങ്കിലും പച്ചമുളകിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് വാങ്ങിച്ചതിന് എല്ലാ അഭിനന്ദനങ്ങളും. താങ്ക് യു. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വർഷം, പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ, പ്രധാനപ്പെട്ട വിശേഷം ഇത് തന്നെ, ഈ സെല്ലുലോയിഡിലെ പാട്ടും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഈ വിഷു സമയത്ത്. പിന്നെ പുതിയ ഓരോ പാട്ടുകൾ ലക്കി സ്റ്റാറിലെയും omega.exe-ലെയും പിന്നെ പാടി വെച്ച കുറച്ച് ഒരു 10-15 പാട്ടുകളുണ്ട്. അതൊക്കെ അങ്ങനെ റിലീസാവും. കുറച്ച് അനുമോദനങ്ങളുടെ സ്വീകരണങ്ങളുടെ ഒക്കെ തിരക്കിലാണ്. മറ്റ് സാധാരണ മാതിരി കൺസേർട്ടുകളും ലൈവ് പ്രോഗ്രാംസ് ഒക്കെ. എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ? പറയോ. ടിവിയിലും സിനിമയിലൊക്കെയാ കാണുന്നത് ഇപ്പം. വിഷു വേണ്ടി ഒന്നുമില്ലേ? ഒരാള് ഡോക്ടറും ഒരാള് മ്യൂസിക്, MBBS മ്യൂസിക്കും, രണ്ടുപേരും തിരക്കിലാണ്. അപ്പൊ എങ്ങനെയാണ് ഒത്തുചേരാനുള്ള സമയം എപ്പോഴാണ് കിട്ടുന്നത്? മെഡിസിനും മ്യൂസിക്കും ആസ് എ ഒത്തുതീരുന്നത് നല്ലതാണ് പൊതുവെ പറയാം. എപ്പോഴും ഡോക്ടർമാരും കലാകാരന്മാരും കൂടി ആയിരിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ട് നന്നായിട്ട് ഒത്തുപോകുന്നു. പിന്നെ ജോലിയുടെ സമയം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഏട്ടൻ്റെ ഡ്യൂട്ടികളൊക്കെ എൻ്റെ ഒരു യാത്രകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറേ ഷെഡ്യൂൾ ചെയ്യും. അപ്പം എന്താ വെച്ചാൽ ഏട്ടന് ഫ്രീ ആയിരിക്കുന്ന സമയം കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സമയവും കിട്ടും. എൻ്റെ യാത്രകളും എനിക്ക് കിട്ടുന്ന എൻ്റെ ഒരു ലിഷർ പീരീഡ് എന്ന് പറയുന്നത് സിത്താരയുടെ കൂടെയുള്ള യാത്രകളും ഇതുപോലെയുള്ള കലാപരിപാടികളും. സാധാരണ ഡോക്ടേഴ്സിന് കൂടുതലും സമയം കിട്ടാറില്ല. ഞാൻ എൻ്റെ വർക്ക് ഞാൻ കുറച്ച് എൻ്റെ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സുമായിട്ടൊന്ന് കുറച്ച് ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ലീവ് എടുക്കേണ്ടി വരികയാണെങ്കിൽ വന്നിട്ട് കുറച്ച് ഓവർ വർക്ക് ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 48 hours ഒക്കെ അങ്ങനെ നൈറ്റും ഡേ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. ഇല്ല, ഞാൻ പാട്ട് പാടില്ല. അതർവൈസ് ബാക്കി കലാപരിപാടികളൊക്കെ ഉണ്ട്. തിയേറ്ററിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ എഴുതും നന്നായിട്ട്. പാട്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടത്തില്ല. പാട്ട് പാടി ദാമ്പത്യം തകർക്കാൻ നല്ലൊരു വിഷു ദിവസമായിട്ട് വേറെ ഒന്നും ചോദിക്കാല്ലേ. പക്ഷെ പാട്ട് അല്ലാത്ത മറ്റ് കലാരൂപങ്ങളിലൊക്കെ കൈവച്ചിട്ടുണ്ട് കുറേശ്ശെ. പിന്നെ നല്ല പാട്ടുകൾ കേൾക്കുക എന്നുള്ളത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഏതാണ് പാടാൻ ഇഷ്ടം? ഗസലാണോ? മലബാറിൽ പൊതുവെ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിനോടും ഗസൽസിനോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലുണ്ട്. അങ്ങനെയാണ് എനിക്കും അങ്ങനെ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവുക. മേ ബി അല്ല, മേ ബി അത് അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവും ഈ പ്രദേശത്തിന്റെ. അപ്പൊ അങ്ങനെ ഗസൽസ് പാടാൻ ഇഷ്ടമാണ്. പിന്നെ ഇപ്പൊ ഞാൻ ക്ലാസിക്കൽ ട്രെയിനിങ് എടുക്കുന്നതുകൊണ്ട് കച്ചേരികളൊക്കെ ചെയ്ത് തുടങ്ങണം. അങ്ങനെ പാടിത്തരാലോ. ഭോലെ ബിസ്രി ചന്ദ ഉമീദേ, ഭോലെ ബിസ്രി ചന്ദ ഉമീദേ, ചന്ദ ഫസാനെ യാദ ആയേ, तुम याद आए और तुम्हारे साथ ज़माने याद आए, भूले बिसरे चंद उम्मीदें, चंद फज़ाने याद आए, तुम याद आए और तुम्हारे साथ ज़माने याद आए, भूले बिसरे चंद उम्मीदें.
വാവ്. അങ്ങനെ വിഷുവായിട്ട് മനസ്സൊന്ന് കുളിർത്തു. പിന്നെ രണ്ടുപേരെയും വിളിക്കുമ്പോഴത്തേക്കും രണ്ടുപേരെയും കോളർ ട്യൂൺ ഒന്നാണ് അല്ലേ? ഏനുണ്ടോടിയാണ് സെല്ലുലോയിഡിലെ പാട്ട്. അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫോണിൽ ഒരുപാട് കാറ്റ് കാറ്റ് അല്ലെങ്കിൽ ഏനുണ്ടോടി നല്ല ഞങ്ങളുടെ വീട്ടിൽ ആരെ വിളിച്ചാലും അത് കേൾക്കുള്ളൂ. അച്ഛൻ, അമ്മ, ഏടത്തിയമ്മ, എല്ലാവർക്കും. എന്തായാലും ഇന്ന് പച്ചമുളക് ലാബിനൊക്കെ അവധി കൊടുത്ത് ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലോട്ട് ഇറങ്ങിക്കുകയാണ്. എന്താണ് ഇന്നത്തെ എനിക്ക് വേണ്ടി ഉണ്ടാക്കി ചെയ്യുന്ന സ്പെഷ്യൽസ്? ഇന്ന് സദ്യ ഉണ്ട് സാധാരണ മാതിരി, എല്ലാ വിഷുവിന്റെ മാതിരി. അതൊക്കെ മതിയാവുന്ന വിചാരിക്കുന്നു. എവിടേക്കാ നോക്കണ? വയറ്റിലേക്കാ. പിന്നെ പായസം ഉണ്ടാക്കാം നമുക്ക്. ഗോതമ്പ് റവ കൊണ്ടുള്ള പായസം. അമ്മയുണ്ട്, അമ്മയും കൂട്ടുപിടിച്ച് ഉണ്ടാക്കാം. ഒന്നുമില്ല, ഞാനും ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പിന്നെ അമ്മ ഒരു നല്ല കുക്കാണ്. മകള് അമ്മേനെ കിച്ചൺ കണ്ടിട്ടേ ഇല്ല. ഒന്നുമില്ല, നമ്മുടെ നല്ല പാട്ട് പോലെ തന്നെ നല്ലൊരു പായസവും എക്സ്പെക്ട് ചെയ്യാം. അത് പാട്ടും പായസവും ഒക്കെ കൂടി ആയിട്ട് കൂടി ഒരു അടിപൊളി അങ്ങോട്ട് ആഘോഷിക്കാം. അപ്പോൾ പായസം കഴിക്കുന്നതിന് മുമ്പ് സജീഷേഷന് ഇഷ്ടപ്പെട്ടതും എൻ്റെ ഫേവറേറ്റും ഇപ്പോൾ മലയാളികളുടെ എല്ലാം ഫേവറേറ്റുമായ ആ പാട്ട് ഒന്ന് കേൾക്കാം. ഇതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ നേനേനേനോ ഏനേനോ നേനേനോ 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 ഏനോ ഏനോ നേനേനോ ഏനുണ്ടോടി അമ്പിളിച്ചന്തം ഏനുണ്ടോടി താമരച്ചന്തം ഏനുണ്ടോടി മാരിവിൽ ചന്തം ഏനുണ്ടോടി മാമഴച്ചന്തം കമ്മലിട്ടോ പൊട്ടു തൊട്ടോ ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ കാവളം കിളിക്കാതിലെ ചൊല്ലണ കണ്ണിലിത്തിരി കൺമഷി വേണ്ടെന്ന് കുമ്പിളിൽ പൂമണവുമായെത്തണ കാറ്റുമൂളണ് കരിവള വേണ്ടെന്ന് എന്തിനാവോ ഏതിനാവോ ഇനിതൊന്നും അറിഞ്ഞതേയില്ലേ പഞ്ചാര പൂങ്കുയിലേ. അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്തി, അടുപ്പിൻ്റെ അടുത്ത്. അതെ, അപ്പോൾ ഇവിടുത്തെ ക്യാപ്റ്റനെ വിളിച്ചാലോ? അമ്മയല്ലേ ഇവിടുത്തെ ക്യാപ്റ്റൻ? അമ്മയാണ് ഈ അടുക്കളയിലെ ക്യാപ്റ്റൻ. അപ്പോൾ ഇന്ന് പായസം വീട്ടിൻ്റെയും ക്യാപ്റ്റൻ. അതെ, എന്ത് പായസം വയ്ക്കുന്നത്? ഇന്ന് ഗോതമ്പ് റവയില്ലേ അതുകൊണ്ടുള്ള പായസം, എളുപ്പ പായസം. അത് സാധാരണ അമ്മ ആരെങ്കിലൊക്കെ, പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പായസം. അതുണ്ടാക്കാം. ഗോതമ്പ് റവ ഭയങ്കര ഹെൽത്തി ആണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അമ്മ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അപ്പം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? പാല് വേണം. പാല് നമ്മളിപ്പം 1.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കണേ. പിന്നെ ഗോതമ്പ് റവ ഓഫ് കോഴ്സ് അത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കര പാനിയുണ്ട്. പിന്നെ നെയ്യിൽ വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പുണ്ട്, നെയ്യുണ്ട്. പിന്നെ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചത് ഫ്ലേവറിനും. പിന്നെ കുറച്ച് ഉപ്പ്, ഒരു നുള്ള് ശർക്കരയും കൂടി ചേർക്കണ പായസം ആയതുകൊണ്ട് ഒരു നുള്ള് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി, മധുരം ബാലൻസ് ആവാൻ വേണ്ടിട്ട്. അപ്പൊ പ്രാർത്ഥിച്ചോ, കഴിക്കേണ്ട ആള് ഞങ്ങളൊന്നല്ല. നമ്മള് അടുപ്പ് കത്തിച്ചു, ഇനി പാലൊഴിക്കാം. പാല് ഫുള്ള് വേണ്ട, ഇപ്പൊ പകുതി. ഇതിപ്പോ ക്വാണ്ടിറ്റി എത്ര പേർക്കുണ്ടാവും? എത്ര പേർക്കുള്ള പായസമാണ്? നമ്മള് 4 പേർക്കുള്ള തന്നെ അല്ലേ? 6-7 പേർക്ക് കഴിക്കാം. കൂടുതൽ കഴിക്കുന്ന ഒരാൾക്ക് തീയാ. അപ്പോൾ അത്
തിളക്കട്ടെ. പാലൊന്ന് തിളച്ച് വരുമ്പം ഗോതമ്പ് റവ അതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. പാല് തിളക്കണം. സാധാരണ അമ്മയുടെ അടുക്കളയിൽ അങ്ങനെ ആരും അടുപ്പിക്കാറില്ല. അത് അങ്ങനെയല്ല, പാചകം ചെയ്യാൻ വലിഞ്ഞു കയറി വരെ ക്ഷണിച്ചിട്ട് വന്ന അതിഥിയല്ലേ. ഇല്ല, മറ്റേ അടുക്കളയുടെ അകത്തൊക്കെ കയറാനൊക്കെ സമ്മതിക്കും, പക്ഷെ അമ്മയുടെ പാചകത്തിൽ ഇടപെടാൻ സമ്മതിക്കും. നമുക്ക് പ്രവീണിനെ പോലത്തെ ആൾക്കാർ വരുന്നത് വലിയ ഇഷ്ടമാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടിയാൽ വലിയ സന്തോഷമാണ്. പാല് ചൂടായും കൊണ്ടിരിക്കുന്നുണ്ട്. ഗോതമ്പ് റവ ഇടാം അല്ലേ അമ്മ? ഇത് ഗോതമ്പ് റവ കുതിർത്തതാ. ഗോതമ്പത്തിന്റെ പായസല്ലേ ഉണ്ടാവാറ്, ഗോതമ്പ് റവയുടെ. അപ്പം ഒരുപാട് സമയമൊന്നും വേണ്ട വേവാനൊന്നും, എളുപ്പത്തിലുണ്ടാക്കാം. വേസ്റ്റ് ആക്കാൻ പാടില്ല അല്ലേ? ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാൻ പാടില്ല. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ ആരുടെ ഫേവറേറ്റ് ആയി പായസം? ഇതോ എല്ലാവരുടെയും, വീട്ടിലുള്ളവരുടെയും പിന്നെ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ഇഷ്ടമാണ് ഈ പായസം. അമ്മ ഇങ്ങനെ എളുപ്പത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ പെട്ടെന്ന് ചില സമയത്ത് ഒരു മധുരം തിന്നാനുള്ളൊരു കൊതി തോന്നില്ലേ? ചില ദിവസം ഉച്ചയ്ക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അപ്പം ആ സമയത്തുണ്ടാണ് പായസം. സിത്തു നല്ല മധുരപ്രിയ. ഞാനും അതെ, എൻ്റെ അച്ഛനും അതെ. പൊടിക്കും കൂടി പാലൊഴിക്കുന്നുണ്ട് ഞാൻ. അച്ഛൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു വർക്ക് ചെയ്യണത്. ഇപ്പം അച്ഛൻ ഷാർജയിലാണ്. അവിടെ ഒരു കോളേജിൽ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധ്യാപകനായിട്ട് അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവിടെ അമ്മ അവിടെ തന്നെ ആയിരുന്നു. ഇപ്പം അമ്മ ലീവിന് വന്നതാണ്. അമ്മ ഒരു ബ്രേക്ക് എടുത്തിട്ട് വന്നതാണ്. അച്ഛൻ ഡോക്ടർ കൃഷ്ണകുമാർ എന്ന പേര്. അച്ഛൻ നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും. ഓ അത് ശരി. അപ്പോൾ അവിടെ നിന്നാണ് പാട്ടിൻ്റെ അച്ഛൻ നന്നായിട്ട് പാടും. അങ്ങനെ ആയിരിക്കണം. അവസ്ഥ ഇത് വേവിന് വേണ്ടി വെച്ചിരിക്കാം. ആ ഗോതമ്പ് റവ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. തീ കൂട്ടാൻ അമ്മ പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു. എനിക്ക് ഇങ്ങനത്തെ പാത്രത്തിൽ ഉണ്ടാക്കാൻ പേടിയാ. അടി പിടിക്കുന്നതിൻ്റെ ഒക്കെ ഒരു സംശയം. നോൺ സ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ധൈര്യത്തിൽ ഉണ്ടാക്കാം. അമ്മമാർക്കൊക്കെ ഭയങ്കര ഒരു 10-15 മിനിറ്റ് ഒക്കെ മതി മാക്സിമം മൊത്തം പായസം ഉണ്ടാക്കി കഴിയാൻ. സാധാരണ ആ സ്പീഡിലാണ് ഞങ്ങളിത് കഴിക്കാറ്. എനിക്ക് 15 മിനിറ്റൊന്നും വേണ്ട. വേറെ എന്തൊക്കെ സ്പെഷ്യൽ ഡിഷസ് ഉണ്ടാക്കും? ഞാനോ? ഞാൻ ഭക്ഷണം ഉണ്ടാക്കും മോശമില്ലാണ്ട്. അമ്മയുടെ ട്രെയിനിങ്ങിൽ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളത്. നോൺ വെജ് ആണോ കൂടുതൽ? നോൺ വെജും ഉണ്ടാക്കും. നോൺ വെജ് കൂടുതൽ നന്നായിട്ട് ഉണ്ടാക്കാം. അമ്മ ബീഫിന്റെ ഒക്കെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അത് കുറേശ്ശെ അവൾക്കും കിട്ടിയിട്ടുണ്ട്. എൻ്റെ സജഷൻ തടി വയ്ക്കാത്ത ഞാൻ ഒരു ഡോക്ടർ കൂടിയാണല്ലോ. കുറച്ച് ആരോഗ്യപരമായ ഭക്ഷണ രീതികളൊക്കെ ടേസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കും, നന്നായിട്ട് കഴിക്കും. ഏട്ടൻ നല്ലോണം ഭക്ഷണം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആളാണ്. ഞങ്ങൾ യാത്രയൊക്കെ പോകുമ്പോൾ പല പല സ്ഥലങ്ങളിലെ ഭക്ഷണങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിക്കാറുണ്ട്. ഓവർ ഈറ്റിംഗ് ഇല്ല കേട്ടോ. ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ. ശരിയാ. അത് നല്ല മനസ്സുള്ളവർക്ക് ആഹാരം കഴിക്കുന്ന മുഴുവൻ ശരീരത്തിൽ പിടിക്കും. എന്ത് വലിയ മനസ്സാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഈ സെല്ലുലോയിഡിൽ ഈ സിനിമ പിന്നണി ഗായകത്തിലേക്ക് എങ്ങനെ എത്തിയത്? സിനിമാ പിന്നണി ഗാന രംഗത്തേക്കാണെങ്കിൽ ആദ്യം പാടുന്നത് അതിശയനാണ്. അത് വിനയൻ സാറിൻ്റെ സിനിമയായിരുന്നു. അൽഫോൻസ് ചേട്ടൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ആയിരുന്നു. അന്ന് ഞാൻ കോമ്പറ്റീഷൻസിലൊക്കെ ചാനൽസിലൊക്കെ ഇങ്ങനെ മത്സരിച്ചിട്ട് അതിൽ സമ്മാനമൊക്കെ കിട്ടിയപ്പം അങ്ങനെ വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അതിനുശേഷം പിന്നെ ഒരു 10-60ഓളം പാട്ടുകൾ പാടി 4 ലാംഗ്വേജിലും കൂടി ആയിട്ട്. പ്രധാനപ്പെട്ട സിനിമകൾ എന്ന് പറയാൻ ട്രാഫിക്, മേരിക്കുണ്ടൊരു കുഞ്ഞാട്, എൽസമ്മ എന്ന ആൺകുട്ടി, മായാമോഹിനി, അല്ലു സിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഈ അടുത്ത കാലത്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സെല്ലുലോയിഡിൽ ഒരു പാട്ടും കൂടെ പാട്ട് പാടിയ തിളയ്ക്കോ ചോദിക്കട്ടെ. പാട്ടുപാടി ഉറക്കാനൊക്കെ എന്തായാലും പാടിക്കോ, കുഴപ്പമില്ല. നീ ഏത് പാട്ടാ പാടണ്ടേ? ഏതെങ്കിലും ഇഷ്ടമുള്ള ട്രാഫിക്കിലെ പാടാ അല്ലേ? പകലിൻ പവനിൽ തെളിയും വഴിയിൽ കുളിരിൻ ചിറകിൽ അണയും കിളികൾ. പായസം അതുപോലെ തന്നെ സൂപ്പർ ഹിറ്റ് ആവട്ടെ.
പറഞ്ഞോ പാട്ട് കേട്ടിട്ട്. പായസം ഗോതമ്പ് റവ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. നമുക്ക് ശർക്കര പാവ് ചേർക്കാം. ശർക്കര പാവ് ചേർത്തിട്ട് ചേർക്കുകയാണേ. ശർക്കര ചേർത്തു നമ്മൾ. ശർക്കരയുടെ വാസന നല്ല രസമല്ലേ? ശർക്കരയുടെ മണമല്ലേ? നല്ല മണം അല്ലേ? നല്ല മണം. പാലും ശർക്കരയും കൂടി ചേരുമ്പോൾ ഒരു സുഗന്ധം. വയറിനും ഒരു നിലവിളി കഴിക്കാത്തത്. ഇത് ഞാൻ അടുക്കളയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഓടിച്ചു വിടും ഇതുപോലെ. ആണോ? ഇങ്ങനെ വന്നിരുന്ന് പറയുമ്പോഴേ പിന്നെ അമ്മയ്ക്ക് ക്ഷീണമുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്. പാവം. നമ്മൾ ശർക്കര ചേർത്തുമല്ലോ. ഇനി ഒരു നുള്ള് ഉപ്പ്. ഒരു നുള്ള് കേട്ടോ. ഞാനതിന്റെ പായസത്തിൽ ഉപ്പ് ചേർക്കുന്നതാണ്. ശർക്കരയുടെ മധുരം കുറച്ചും കൂടെ ആസ്വാദ്യരാവാൻ വേണ്ടിയിട്ട്. കൈ തട്ടി ആ പാത്രം അതിൽ വീഴുന്നാലോചിക്കും. അതെ. ഇനി ഒന്ന് ഒരു തിള വരാം വെക്കാം നമുക്ക്. ഈ സൈഷേട്ടൻ കിച്ചണിൽ സിത്താരെ സഹായിക്കാറുണ്ടോ? സഹായിക്കാൻ ഏട്ടന് കുക്കിംഗ് ഒക്കെ അറിയാം. പക്ഷെ ഞാൻ സത്യത്തിൽ അധികം അടുപ്പിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഏട്ടൻ ഭക്ഷണം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അതിന്റെ ഫൈനൽ പ്രൊഡക്റ്റ് കുഴപ്പമില്ല. പക്ഷെ അതുവരെയുള്ള വഴി ഭയങ്കര മോശമാണ്. സാധനങ്ങൾ എന്താ വെച്ചാൽ അമ്മയാണെങ്കിലും സിത്തുവാണെങ്കിലും അടുക്കള വളരെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഒരല്പം ഡിസറേഞ്ച്മെന്റ് ആയാലും ഭക്ഷണം നന്നായി വരിക എന്നുള്ളൊരു അഭിപ്രായം. ആണുങ്ങൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് അത് ഇരട്ടിപ്പണി ആവുന്നുള്ളതുകൊണ്ട് അധികം ഞാനങ്ങനെ പറയാറുണ്ട്. ഞാൻ അടുക്കളയിൽ കയറി ഇരട്ടിപ്പണിയാവും. സ്ഥലത്തില്ലാത്ത സമയത്ത് ഞാൻ ഒറ്റക്ക് പാചകം ചെയ്ത് കഴിക്കും. പായസത്തിലേക്കുള്ള എന്താ പറയാ, പായസം കഴിഞ്ഞു. ഇനി അവസാനം നമ്മൾ കുറച്ച് അലങ്കാര വസ്തുക്കൾ. ഇത് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ്. ഈ സ്പൂൺ കൊണ്ടൊന്നും ഇടുന്ന എനിക്ക് വലിയ ഇഷ്ടമൊന്നും അല്ല. ഇതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ഇടണം. എല്ലാ ഭാഗത്തും എത്തിക്കോട്ടെ. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യ്. നെയ്യ് നല്ലതാണ്. പ്രവീണിനെ പോലത്തെ ശരീരപ്രകൃതിയിലാണ്. നെയ്യ് ഒഴിച്ചു നമ്മള്. പായസം റെഡി ആയിട്ടില്ല. റെഡി ആയി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ജീരകവും ഏലക്കായും കൂടി പൊടിച്ചത്. അത് ആർക്കാ ഇഷ്ടപ്പെട്ട ഫ്ലേവർ വെച്ചാൽ ഇത് കൂടെ വരില്ലേ അമ്മ? അത് കുറച്ച് മതിയില്ലേ? അപ്പൊ ഈ സദ്യ ഉണ്ടാക്കിയതൊക്കെ വെറുതെ ആയോ? കഴിക്കൂല്ലേ? ഒരു പിടിക്കണിക്കൊന്ന് വിടർത്തുന്നു വീണ്ടും മനസ്സിൻ്റെ വഴിവക്കിൽ മേടം. അപ്പോൾ ഇന്ന് വിഷുവായിട്ട് ഇന്ന് വീട്ടിൽ കൂടി. എന്തായാലും പുതിയ പരിപാടികൾ? ഇന്നിപ്പോൾ വിഷുവിൻ്റെ പരിപാടി പറഞ്ഞാൽ സാധാരണ ഞാൻ ഒന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലെ വിഷു കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടൻ്റെ വീട്ടിലെ വിഷു വീട്ടിലും കൂടി ആയിട്ടാണ് ആഘോഷിക്കാറ്. ഇന്നിപ്പോൾ അതേമാതിരി ആയിരിക്കും. പിന്നെ ഫ്യൂച്ചർ പ്രോജക്ട്സ് ബാക്കി പ്രോജക്ട്സ് ആണെങ്കിൽ ബാല്യകാല സഖി എന്ന് പറഞ്ഞ സിനിമയിൽ രാഘവ മാഷിൻ്റെ ഒരു പാട്ട്, അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. മാഷിൻ്റെ പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ട്. ഒറീസ എന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ. ഇപ്പം നല്ല തിരക്കിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നല്ല പാട്ടുകൾ പാടി വെച്ചിട്ടുണ്ട്. എല്ലാം ആളുകൾക്ക് ഇഷ്ടമാവട്ടെ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കെന്താണ് തിരക്കുകൾ? തിരക്കൊന്നുമില്ല, സിനിമകൾ ഇങ്ങനെ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഒരുപാട് സിനിമകൾ എല്ലാവരുടെയും ഒരു ഡാർലിംഗ് മുഖമാണ്. ഹരിശ്ചന്ദ്രൻ കള്ളൻ്റെ മോനാണ് സത്യസായിട്ട്. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം ആദ്യത്തെ സിനിമയിൽ ഇളയരാജ സാറിൻ്റെ പാട്ടും പാടി
ക്യാമറ പാട്ടുകാരനായിട്ട്. അതൊരു കിഴക്കുമല കമ്മലിട്ട തങ്കത്താളും. ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഇന്ത്യ റിലീസാവുള്ള സിം എന്ന് പറഞ്ഞ സിനിമ ദീപൻ ചേട്ടൻ ഡയറക്ട് ചെയ്തത്. ഫസ്റ്റ് മൂവി എന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യകൃഷ്ണ സാറിൻ്റെ നാടകത്തിലുണ്ടായിരുന്നു. പുലരി, സൂക്ഷ്മ ചർച്ച, അതങ്ങനെ കുറേ നാടകം ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് സതീഷ് സാറിനെ പരിചയപ്പെടുന്ന ബാലചേച്ചിയാണ്, ശ്രീ ബാലചേച്ചി അസോസിയേറ്റ്. അങ്ങനെയാണ് സിനിമയിൽ വന്ന് പിന്നെ പിന്നെന്താ സാറിന്റെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ മനസ്സിൽ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നടക്കണം എത്ര നാളുകളായി. തീർച്ചയായിട്ടും. അപ്പോൾ പായസം ബാക്കി പാത്രത്തിലാക്കിയിട്ട് അമ്മ കൊണ്ടുവരാം. അമ്മേ പായസം പാട്ട് പോലെയാണോ പായസം? നോക്കാം. ഫുൾ സൈലൻസ് അല്ലേ? സൈലൻസിൽ കഴിക്കാം. ഇത്ര ഏകാഗ്രത വേറെ ഒന്നിലും കാണിക്കാറില്ല. ഇഷ്ടമായോ? പാട്ട് പോലെ തന്നെ പായസവും കൊള്ളാം. വെറുതെ പറഞ്ഞല്ല, സൂപ്പർ പായസം. കുറേ നാളായി വിഷുവായിട്ട് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിരുന്ന് ആഘോഷിക്കാൻ ആലോചിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ഇന്നാണ് ഞാനൊരു അവസരം കിട്ടിയത്. എന്തായാലും ഹാപ്പിയായി. എൻ്റെ ഈ സന്തോഷം അങ്ങോട്ട് മുഴുവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിഷു കൈനീട്ടമായിട്ട് ഒരു പാട്ട് കൂടെ. എനിക്ക് തോന്നുന്നത് പാട്ടുകളിപ്പം വിഷുവുമായി ബന്ധപ്പെട്ട പാട്ടുകളൊന്നും പാടിയിട്ടില്ല. ഒരു വിഷുപ്പാട്ട് പാടിക്കോളൂ. ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ഒരു പാട്ടുണ്ട്. എനിക്ക് വിഷുപ്പാട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും ആ പാട്ട് എപ്പോഴും. ഒരു പിടിക്കണിക്കൊന്ന് വിടർത്തുന്നു വീണ്ടും മനസ്സിൻ്റെ വഴിവക്കിൽ മേടം, നിറനാഴി നിറയെ നിലാവളക്കുന്നു, നിർമ്മല വിഷു സംക്രമം, നിരവധ്യ വിഷു സംക്രമം. പാട്ടും കൊള്ളാം, പായസവും കൊള്ളാം. ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളൊരു പ്രശ്നമാണ്. എന്തായാലും വിഷു അടിപൊളിയായി, നല്ല കൈനീട്ടം കിട്ടി. അത് സത്യത്തിൽ പായസമൊക്കെ തന്ന സ്ഥിതിക്ക് തിരിച്ചു എന്തെങ്കിലുമൊക്കെ കൈനീട്ടം പറഞ്ഞു പോകേണ്ടതാണ്. നല്ലൊരു കൈനീട്ടം ഉണ്ട്. അല്ല, ഞങ്ങളുടെ വീട്ടില് വന്ന് ഈ ദിവസം ഭയങ്കര സന്തോഷമാക്കി തന്നതിലാണ്. എല്ലാവർക്കും ഹാപ്പിയായി പ്രവീൺ വന്നിട്ട്. ഒരു ചമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രവീൺ. നല്ല പായസം, മേൽനോട്ടമാണെങ്കിലും കൊള്ളാം. അപ്പോൾ എന്തായാലും വിഷു അടിപൊളിയാക്കി. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദിവസം സന്തോഷമായിട്ട് നല്ല മധുരത്തോടെ ആഘോഷിക്കാൻ സാധിക്കട്ടെ. എൻ്റെ മുഴുവൻ കുടുംബത്തിൻ്റെ, എൻ്റെയും ഏട്ടൻ്റെയും 2 കുടുംബങ്ങളുടെയും എല്ലാ ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഞങ്ങളുടെ എന്താ പറയുക, ഇനിയുള്ള വരാനുള്ള പാട്ടുകളൊക്കെ കേൾക്കണം. സെല്ലോയിഡിലെ പാട്ട് ഇഷ്ടപ്പെട്ട മാതിരി ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്താ പറയുക, എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും അനുഗ്രഹമൊക്കെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം പ്രവീൺ. എല്ലാ പ്രേക്ഷകർക്കും പച്ചമുളകിൻ്റെ ഈ സ്പെഷ്യൽ വിഷു ആഘോഷം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും വിഷു ആശംസകൾ. ഞങ്ങൾക്ക് ഇനി സദ്യയും കൂടെ കഴിക്കാനുള്ളതാണ്. അടുത്ത ആഴ്ച കാണാം.